ശ്രീ PR ശിവശങ്കർ, കേരളത്തിൽ പ്രിയങ്ക ഇനിയിപ്പോൾ വേരുറപ്പിക്കും. 52 വയസ്സേ ആയുള്ളൂ എന്ന് മാത്രവുമല്ല, രാഹുൽ ഗാന്ധിക്ക് അവിടെ തുടർച്ചയായി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രിയങ്ക. അവിടെ തന്നെ ഉണ്ടാകും എന്ന സൂചന നൽകിക്കൊണ്ട്. അത് വയനാട്ടിലെ ഒരു MP എന്ന നിലയിൽ മാത്രമാകില്ല. സ്വാഭാവികമായും അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിവെക്കുമെന്ന് BJP കരുതുന്നില്ലേ? വേണു, ഈ സാഹചര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വിലയിരുത്തുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്തരം ഒരു വ്യക്തിയുടെ ഒരു സംസ്ഥാനത്തിലേക്കുള്ള മാറ്റം, അതല്ലെങ്കിൽ ചില ചുവടുമാറ്റങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വാദമുഖം നമുക്ക് ഏതായാലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ രണ്ട് സാഹചര്യങ്ങൾ പറയാം. ഒന്ന്, വേണു അടക്കമുള്ള കേരളത്തിലെ ചാനലുകൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ശ്രീ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം അത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആകെ ഒരു വലിയ വ്യത്യാസമുണ്ടാക്കുന്നു. കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂരുമെല്ലാം വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള വ്യാപകമായ പ്രചരണം UDF ക്യാമ്പുകളേക്കാൾ കൂടുതൽ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ നടത്തിയ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തെ നമുക്കറിയാം. പക്ഷെ അതെങ്ങനെ അവസാനിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഒരു നരേഷൻ അതെപ്പോഴും UDFന് അനുകൂലമായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ്, ഗാന്ധി കുടുംബങ്ങൾക്ക് അനുകൂലമായ ഒരു നരേഷൻ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുവെ ദൃശ്യ പത്രമാധ്യമങ്ങളും UDFും വിജയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രത്യേകതരം ഒരു കാൽക്കുലേഷനാണ് ശ്രീ പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയം കൈവരിക്കുമെന്നുള്ള ഒരു നരേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ടാകുന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ നമുക്കറിയാം എല്ലാ ചാനലുകളും അതുപോലെ തന്നെ രണ്ട് മുന്നണികളും ഒരുപോലെ മുന്നോട്ട് വെച്ചതാണ് മണിപ്പൂർ വിഷയം. നമുക്കറിയാം മണിപ്പൂർ വിഷയത്തിലൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും ദുരാരോപണങ്ങളും എല്ലാം നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതായാലും ഉറപ്പിച്ച് കഴിയാൻ കഴിയും കേരളത്തിലെ തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴയും ആറ്റിങ്ങലും തിരുവനന്തപുരത്തുമെല്ലാം ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണമോ അല്ലെങ്കിൽ BJPക്ക് ന്യൂനപക്ഷ വോട്ട് ഒന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ വോട്ട് അതിപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിക്കും മാത്രമല്ല മറ്റുള്ള വിജയിക്കാത്ത രണ്ടാമത് നിന്ന ശ്രീ മുരളീധരനും അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും മറ്റുള്ള തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരനും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കൊണ്ടൊന്നും യഥാർത്ഥ സത്യാവസ്ഥയെ മറയ്ക്കാൻ കഴിയുന്നില്ല. ശ്രീ സുരേഷ് ഗോപിക്ക് അതേപോലെ എനിക്ക് തോന്നുന്ന ചാവക്കാടെയും അതുപോലെ തന്നെ ഒരുമയൂരൊക്കെ ഉള്ള മുസ്ലിം വോട്ട് പോലും ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമായ അജണ്ടയിൽ കൊത്തുന്നതല്ല കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ പോലും എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ശ്രീ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം. എന്ത് രാഷ്ട്രീയ വ്യത്യാസമാണ് കേരളത്തിലുണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയമായി വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ ശ്രീ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് ഇവിടെ വിജയിക്കാനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചേക്കാം. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ അതിന് ശേഷമുള്ള മറ്റു തിരഞ്ഞെടുപ്പുകളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധരാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തെ പല മാധ്യമങ്ങളും അതേപോലെ നമ്മളെപ്പോലുള്ള ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ആങ്കർമാരും എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി യഥാർത്ഥ രാഷ്ട്രീയം മനസ്സിലാക്കുവാനും അവർക്ക് ഗുണമുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ നാടിന് ഗുണമുള്ള പൊളിറ്റിക്സ് അത് മനസ്സിലാക്കാനും കഴിയുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശ്രീ പ്രിയങ്ക ഗാന്ധി വന്നാൽ തന്നെ ഞാൻ ഇപ്പോഴും വരുമെന്ന് വിശ്വസിക്കുന്നില്ല. അത് ഞാൻ ബാക്കിയുള്ള ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം. അല്ല, ഇനിയിപ്പോൾ വരില്ല എന്നെങ്ങനെയാണ് കരുതുന്നത്? അല്ല, ഞാനത് എൻ്റെ ഒരു അസംഷനാണ്. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് 2 മിനിറ്റ് കൊണ്ട് എടുക്കുന്നു. ഒരു സ്ഥാനാർത്ഥി അവരുടെ സ്വത്തുകൾ പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ വ്യക്തിപരമായ സ്വത്ത് മാത്രമല്ല അവരുടെ ഭർത്താവിൻ്റെ സ്വത്ത് കൂടി പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ
അത് മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും പോകും. നമുക്കറിയാം വധേരയുടെ മാത്രം സ്വത്തല്ല. നമുക്ക് ഇപ്പോൾ ED 2005-2006 ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 486 ഏക്കറിൻ്റെ ഒരു വലിയ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കേരളത്തിലെ തന്നെ CC തമ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പ്രിയങ്കയുടെ പേരിലും അമേരിക്കയിലും ദുബായിലുമുള്ള ഫ്ലാറ്റ്, അതായത് ലണ്ടനിലെ ബ്രിയാൻഷൻ സ്ക്വയർ 12 ബ്രിയാൻഷൻ സ്ക്വയർ എന്നുള്ള സ്ഥലത്തുള്ള ഫ്ലാറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ പണ്ട് ചർച്ച ചെയ്തതാണ്. ഞാൻ വിശ്വസിക്കുന്നു വേണുവിനൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത്തരം സ്വത്തുകളെയൊക്കെ അതിനകത്ത് വെളിപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര ഭീമമായ സ്വത്ത് വെളിപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയുള്ള ED ആരോപണങ്ങൾ അന്ന് ശരിയായി മാറുമോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങളും അതിൻ്റെ ധാരാളം ഡീറ്റെയിലേക്കും പോകേണ്ടി വരും. കേരളത്തിൽ തന്നെ എനിക്കറിയാം, ഇപ്പോൾ കോളനി എന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ, കേരളത്തിലെ ഒരു HIG പനമ്പള്ളിയാറിലൊരു കോളനിയിലെ ഒരു വീട്ടിൽ 2 മുറി വീട്ടിൽ ഏതാണ്ട് 45ഓളം കമ്പനികളുടെ ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് ഏതാണ്ട് 500ഓളം ഏക്കർ സ്ഥലം വാങ്ങിയ കമ്പനിയുമായിട്ട് ഇവർക്കുള്ള ബന്ധം, ഇതെല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എനിക്ക് സംശയാലുമാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ്റെ ശരി ശ്രീ PR ശിവശങ്കർ, ഞാൻ വരാം.